അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളെല്ലാവരും ഒരു ഹജ്ജിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ആരാധന കർമ്മങ്ങളെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിലാണ്, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണുള്ളത്. ഈ ദുൽഹിജ്ജ മാസത്തിൽ നിലകൊള്ളുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു വിശ്വാസിയുടെ മുവഹിദിൻ്റെ മനസ്സ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മക്കയുടെ ചരിത്രം പറയുമ്പോൾ ഞാൻ എൻ്റെ സംസാരം രണ്ട് ഭാഗങ്ങളായി തിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, മക്കയുടെ ചരിത്രം ഒന്ന് പരാമർശിക്കുക, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്തുന്ന ആ പരമ്പരയെ ഹ്രസ്വമായി ഒന്ന് പരാമർശിക്കുക എന്നുള്ളതാണ്. പിന്നീട് മക്കയും പരിസരങ്ങളിലുമുള്ള ഷായറുകളെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള വൈജ്ഞാനിക വശമാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹജ്ജ് എന്ന ആരാധന കർമ്മം ഉൾക്കൊള്ളുന്ന ആത്മാവിനെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൽ നിന്നാണ് തൗഫീഖ് ഉണ്ടാവേണ്ടത്. ഒന്ന്, മക്ക എന്ന പ്രദേശം അറബികൾക്കിടയിൽ അവരുമായിക്കൊണ്ട് വലിയ ബന്ധം പുലർത്തുന്ന എല്ലാത്തിനും ഒരുപാട് നാമങ്ങൾ കാണാൻ സാധിക്കും. ഒരു വസ്തുവിൻ്റെ അധികരിച്ച അറബി ഭാഷയിലുള്ള നാമങ്ങൾ, അതും അറബികളും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ മക്കയെ പരിശോധിക്കുമ്പോൾ മക്കൾക്ക് അനേകം നാമങ്ങൾ, ഇഷ്ടം പോലെ അനവധി നാമങ്ങളിൽ മക്കയെ പരിചയപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഒന്ന് മക്ക എന്നും ബക്ക എന്നും ഒക്കെ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ ബലദ്, അൽ ബലദുൽ അമീൻ, അൽ ബലദുൽ ഹറാം, അൽ ബൽദ, അൽ ബൽദത്തു തയ്യിബ, അൽ ഖറിയ, ഉമ്മുൽ ഖുറ, ഉമ്മുൽ മശായർ, ഉമ്മു കൗസ, കൗസ തുടങ്ങിയ നാമങ്ങളൊക്കെ അതിൽ ചിലതാണ്. അതിനോരോന്നും അതിൻ്റേതായ ആശയതലങ്ങളും അർത്ഥതലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പരാമർശിക്കേണ്ട സാധനങ്ങളൊന്നാണ് ഈ ഉമ്മുൽ ഖുറ എന്നുള്ളത്. ബലദുൽ ഹറാം, അൽ ബലദ്, അൽ ബലദു, അൽ അമീൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ ധാരാളമായി കേൾക്കുന്നതും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നത്. ഉമ്മുൽ ഖുറയും ആ അർത്ഥത്തിൽ നാടുകളുടെ, ദേശങ്ങളുടെ മാതാവ് എന്നൊരു പേരുണ്ട്. ലോകം മുഴുവൻ മക്കയിലേക്ക് ഒഴുകുകയാണ്. ഇതിന് സമാനമായ മനുഷ്യരുടെ ഒരു ഒഴുക്ക് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ലോകം മുഴുവനും വർണ്ണ, ജാതി, ദേശവ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന തൽബിയത്ത് ചൊല്ലി മാനവസമത്വം, അതല്ലെങ്കിൽ സാഹോദര്യം, തൗഹീദിൻ്റെ വിളംബരം നടത്തിക്കൊണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. മക്കയെക്കുറിച്ചുള്ള ചരിത്രം പറയുന്നിടത്ത് ക്രിസ്തുവിനും മുമ്പ്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനും മുമ്പ് ഏകദേശം 2000 വർഷത്തോളം മക്കയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ആ പ്രദേശത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം, ആ കാലഘട്ടത്തിന് ശേഷം മനുഷ്യരെല്ലാവരും അവിടെ താമസിച്ചിരുന്നുവെന്നും പിന്നീട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ഒരു പ്രളയത്തിൽ ലോകം മുഴുവൻ അള്ളാഹ് തുടച്ചു വൃത്തിയാക്കിയ സമയത്ത് ഈ മക്ക എന്ന പ്രദേശം താമസയോഗ്യമല്ലാത്ത, വെള്ളമില്ലാത്ത, കരിമ്പാറകൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായി, മനുഷ്യരാരും തിരിഞ്ഞു നോക്കാത്തൊരു പ്രദേശമായി അവഗണിക്കപ്പെടുകയുണ്ടായി. പിന്നീട് അവിടേക്ക് ആദ്യമായി വരുന്ന ജീവിതം എന്നുള്ളത്, അല്ലെങ്കിൽ ജീവൻ എന്നുള്ളത്, അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെയും ഭാര്യ ഹാജറിനെയും അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ്. ആ സമയത്താണ് ആദ്യമായി അങ്ങോട്ട് മനുഷ്യർ എത്തി നോക്കുന്നത്. ഇവർ വന്നതിന് ശേഷം സ്വാഭാവികമായും മനുഷ്യവാസമില്ലാത്തൊരു സ്ഥലത്ത് അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം അവർ രണ്ടുപേരെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ വരുത്താനുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ സുന്ദരമായി അത് നിറവേറ്റി. അതിൻ്റെ ഭാഗമായി ഏതൊരു മനുഷ്യ നാഗരികതയും ഉണ്ടാകുന്നത് വെള്ളവുമായി ബന്ധപ്പെട്ടാണല്ലോ. അതുകൊണ്ട് ഒന്നാമതായിക്കൊണ്ട് മാ ഉ സംസം എന്ന പരിശുദ്ധമായ നീരുറവ അവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ്. അതോടുകൂടി ആദ്യമായി ചരിത്രത്തിൽ പറയുന്നത് മക്ക എന്ന പ്രദേശത്തിലേക്ക് അതിനുശേഷം വന്ന് താമസിച്ചത് ജുർഹും എന്ന് പറയുന്ന ഒരു ഖബീലയാണ്. ജുർഹും എന്ന ഖബീല ഏകദേശം 200 വർഷത്തോളം അവിടെ
മക്കയുമായി ആ പരിസരവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു. പിന്നീട് ഖുസ എന്ന ഗോത്രം കടന്നു വരികയും അവരുമായി കൊണ്ടുള്ള സംഘട്ടനത്തിൽ ഖുസ ജുർഹും ഗോത്രത്തെ അവിടുന്ന് പുറത്താക്കുന്നു. പിന്നീട് അത് കിനാനയിലേക്ക് മാറുന്നു. കിനാന ഗോത്രത്തിലാണ് അംബ്രുബ്നു ലുഹൈ എന്നുള്ള വ്യക്തി അൽ ഖുസായിൽ അൽ മുബരി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കെല്ലാവർക്കും അറിയാം. തൗഹീദിൻ്റെ മണ്ണായ, തൗഹീദ് മാത്രം വിളഞ്ഞിരുന്ന മണ്ണായ മക്കയിൽ ആദ്യമായി ഷിർക്കിൻ്റെ വിത്ത് പാകുന്നത് ഈ പറയുന്ന അംബ്രുബ്നു ലുഹൈ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ യാത്രക്കിടയിൽ എവിടെയോ വെച്ച് കണ്ട ചില ബിംബങ്ങളെ കൊണ്ടുവരികയും അവിടെ പ്രതിഷ്ഠിക്കുകയും ആ ബിംബാരാധന അവിടെ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. പിന്നീട് കിനാനയിൽ നിന്ന് ഈ പറയുന്ന ഒരു ഖുറൈശ്, അതിൻ്റെ തന്നെ ഭാഗമായ ഖുറൈശ് ഗോത്രത്തിലേക്ക് ഇതിൻ്റെ നേതൃപദവി മാറുന്നു. അവിടെ നിന്നാണ് ഖുസൈ ഇബ്നു കിലാബ്, അബ്ദു മനാഫ് ഇബ്നു ഖുസൈ, അതുപോലെ തന്നെ ഹാഷിം, അബ്ദുൽ മുത്തലിബ് തുടങ്ങിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രപിതാക്കന്മാർ വരുന്നത്. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആ സന്താന പരമ്പര എത്തുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ ഒരു ഹ്രസ്വമായ ഭാഗമാണ് പറഞ്ഞത്. പിന്നീട് നമുക്ക് കാണുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിളംബരം നടത്തുന്ന സമയത്ത് മക്ക എന്ന ഈ പ്രദേശത്തെ പുണ്യഭൂമിയായി പ്രഖ്യാപിക്കണം. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എന്താണ് മക്കക്കുള്ള പ്രത്യേകത, എന്താണ് കഅബക്കുള്ള പ്രത്യേകത? കഅബ എന്നുള്ള ആ ഒരു ഇന്ന് കാണുന്ന ആ ഗേഹത്തിന്, അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യർ എങ്ങനെയാണോ ഭവനങ്ങൾ നിർമ്മിക്കുന്നത് അതേ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു വസ്തു മാത്രമാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം ഏതെങ്കിലും കാലഘട്ടത്തിൽ അത് അടർത്തി മാറ്റി അത് വീണ്ടും പുനർനിർമ്മാണം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഭാഗം അടർത്തി മാറ്റിയാൽ അത് വേറിട്ട് കഴിഞ്ഞാൽ പിന്നെ കഅബ എന്ന പരിശുദ്ധി ആ വസ്തുവിനില്ല. അതിൽ നിന്ന് വല്ല ഇന്നൊക്കെ കാണുന്നത് പോലെ പല ആളുകളും അതിൻ്റെ ഭാഗങ്ങൾ പിടിച്ചു പറിച്ച് അതിൽ നിന്ന് അതിൻ്റെ കിസ്വയുടെയോ മറ്റോ ഭാഗങ്ങൾ പറിച്ചെടുത്ത് കൊണ്ടുപോയി അതിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പ്രത്യേകതയില്ല. അത് കഅബയോട് ചേരുമ്പോഴാണ്, ആ ഗേഹത്തോട് ചേരുമ്പോഴാണ് ആ ഭവനം എന്നുള്ളത്. അല്ലാതെ ആ ഭവനം ഒരു ബിംബത്തെ പോലെ ഒരു എന്തോ ഒരു ദൈവികതയുള്ള നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒന്നായി വിശ്വാസികൾ കാണുന്നില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്നുള്ളതാണ്. അവിടെയാണ് അത് മാലോകരെ അള്ളാഹു പഠിപ്പിച്ചത് സുന്ദരമായ ഒരു രൂപത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നിയമമാക്കപ്പെട്ടതിന് ശേഷം ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി പറയുന്നു. പ്രവാചകൻ്റെ മനസ്സ് അതിൽ സംതൃപ്താകുന്നില്ല. കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം കഅബക്ക് സമാനമായി ഒന്നിനെയും അവരുടെ മനസ്സിൽ അംഗീകരിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാണ്? അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ആ സംഭവം പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 144 ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, ആകാശത്തേക്ക് നോക്കി നിന്റെ ഹൃദയങ്ങൾ ഇളകി മറിയുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ, നീ തൃപ്തിപ്പെടുന്ന ഒരു ഖിബ്ലയിലേക്ക് ഞാൻ നിന്നെ തിരിക്കുക തന്നെ ചെയ്യും. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഇതാണല്ലോ സംഭവം. ഇത് നമുക്ക് നൽകുന്നൊരു വലിയ പാടുണ്ട്. എന്താ വെച്ചാൽ പുണ്യമെന്ന് പറഞ്ഞാൽ കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കലോ, കേവലം കഅബയെ ത്വാഫ് ചെയ്യലോ, കഅബയുടെ ഹജറുൽ അസ്വദ് മുത്തലോ ഒന്നുമല്ല. പുണ്യം എന്നുള്ളതിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമുള്ള സൂറത്ത് അതേ ബഖറ സൂറത്തിൻ്റെ 177 വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിങ്ങളുടെ മുഖം തിരിക്കുക എന്നുള്ളതല്ല നന്മ. നന്മ എന്നുള്ളത് അള്ളാഹ് കൽപ്പിച്ചതിനെ ശിരസ വഹിക്കുക എന്നുള്ളതാണ്. അള്ളാഹ് നിങ്ങളോട് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. മക്കയിലേക്ക് തിരിയണമെന്ന് പറഞ്ഞാൽ കഅബയിലേക്ക് തിരിയണമെന്ന് പറഞ്ഞാൽ കഅബയിലേക്ക് തിരിയാം. ഇനി ഇതൊന്നുമല്ല, ഇനി മസ്ജിദുൻ നബവിയിലേക്ക് തിരിയണമെന്നാണ് കൽപ്പനയെങ്കിൽ അതനുസരിക്കുക. അടിസ്ഥാനപരമായി അള്ളാഹു 7 തവാഫ് ചെയ്യണം. അത് അള്ളാഹ് 6 എന്ന് പറഞ്ഞാൽ 6 നന്മ, 7 എന്ന് പറഞ്ഞാൽ 7 നന്മ. അള്ളാഹുവിൻ്റെ കൽപ്പനയെ ശിരസ വഹിക്കലാകുന്നു നന്മ. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ കഅബ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹ് കഅബയെ ബഹുമാനിച്ചു ആദരിച്ചു എന്നുള്ളതാണ്. അതിനെ സ്നേഹിക്കാനും ആദരിക്കാനും അള്ളാഹു നമ്മോട് കൽപ്പിച്ചു എന്നുള്ളതാണ്. പിന്നീട് ആ കഅബയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ശആയിറുകൾ, ഹുറുമാത്തില്ല, ശആയിറുല്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ് പ്രത്യേകമായി പരിപാവനമായി കണ്ട ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ. ഒന്ന് സംസമാണ്. കഅബയിൽ നിന്ന് ഒരു 38 മുഴം അകലെ ഇന്ന് നമുക്ക് മത്താഫിൻ്റെ താഴെ കാണാൻ കഴിയാത്ത രൂപത്തിൽ സംവിധാനിച്ചിട്ടുള്ള ബിഅ്റു സംസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്
നിരവധി ഹദീസുകളിൽ അതിൻ്റെ പ്രത്യേകതകൾ വന്ന മാ ഉ സംസം ലിമാ ശുരിബല അതിലൊന്നാണ്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മാ ഉ സംസം ലിമാ ശുരിബല. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അതിനുള്ളതാണ്. അതുമാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞു ഇന്നഹാ മുബാറക, അത് അനുഗ്രഹീതമായ ഒന്നാണ്. ഇന്നഹാ ത്വആമു ത്വഅമീൻ, അത് ഭക്ഷണത്തിന് പകരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദ് മാഉ സംസം. പിന്നീട് പ്രവാചകനിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഭൂമിയിലെ ജലങ്ങളിൽ വെള്ളങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായത് മാഉ സംസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത് അത് ഫീഹി ത്വആമു മിൻ തുഅമിൻ വശിഫാഉ മിൻ സഖം, അത് ഷിഫയാണ്, രോഗങ്ങളിൽ നിന്ന് ഷിഫയാണ്, ഭക്ഷണത്തിന് പകരമാണ് എന്നൊക്കെ പറഞ്ഞു. മാ ഉ സംസം വിശ്വാസികൾ പരിഭാവനമായി കാണുകയും മക്കയിലേക്ക് ചെന്നാൽ, ഉംറയ്ക്ക് ചെന്നാൽ, ഹജ്ജിന് ചെന്നാൽ അത് കൊണ്ടുപോവുകയും അത് തങ്ങളുടെ കുടുംബങ്ങളിലേക്കും മറ്റുമൊക്കെ എത്തിക്കുകയും ചെയ്യുന്നത് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നീട് അൽ ഹജറുൽ അസ്വദാണ്. മക്കയിൽ നമ്മൾ തവാഫ് തുടങ്ങുന്നത് ഹജറുൽ അസ്വദിൻ്റെ സമീപത്ത് വെച്ച്. ഹജറുൽ അസ്വദ് തിരിഞ്ഞു നിൽക്കുന്നത് ഈ പറയുന്ന ഷർഖി അൽ ഗർബ് എന്ന് പറയുന്ന യമനിൻ്റെ ഭാഗത്തേക്കാണ്. റുക്കുനുൽ യമാനി ആണെങ്കിലും ഹജറുൽ അസ്വദ് ആണെങ്കിലും. ഹജറുൽ അസ്വദിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറഞ്ഞു നസല മിനൽ ജന്ന വഹുവ അശദ്ദു ബയാളം മിനൽ ലബൻ, പാലിനേക്കാൾ വെണ്മയുള്ള രൂപത്തിലാണ് അത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഫസവ്വദതുഹു ഖതായ ഇബ്നി ആദം, ആദം സന്തതികളുടെ പാപക്കറകളാൽ പിന്നീട് അത് കറുത്തുപോയതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ പറഞ്ഞാൽ അങ്ങനെ സ്വീകരിക്കുക. ആ കല്ല് ഭൗതികമായ കല്ലിനെ പോലെയല്ലേ ആ കാണുന്ന കാഴ്ച, സ്വർഗത്തിലെ കല്ല് എന്നുള്ളത് ഇതുപോലെയാണ്? ആ ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. കാരണം സ്വർഗത്തിലെ ഒന്നും അതിൻ്റെ തനതായ രൂപത്തിൽ ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായി പറഞ്ഞല്ലോ അഅദത്തു ലിഇബാദി അസ്വാലിഹീന മാ ലാ ഐനുൻ റഅത്ത് വലാ ഉദുനുൻ സമീഅത്ത് വലാ ഖത്തറ അലാ ഖൽബി ബശരിൻ, ഒരു മനസ്സും ചിന്തിക്കാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്തതാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള സ്വർഗത്തിലെ ഏതെങ്കിലും ഒരു വസ്തു സ്വർഗത്തിലെ പ്രകൃതിയിൽ ഭൂമിയിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും നടക്കില്ല. ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഭൂമിയുടെ പ്രകൃതിയിലേക്ക് മാറും. ആദം അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയായിരുന്നു? സ്വർഗത്തിലായിരുന്നു. പക്ഷെ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ സ്വർഗപ്രകൃതിക്ക് അനുയോജ്യമല്ലാത്തൊരു സാഹചര്യം വന്നപ്പം ഭൂമിയിലേക്ക് വന്നു. സ്വാഭാവികമായും ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിക്ക് അനുയോജ്യമായ, പ്രകൃതിക്ക് അനുയോജ്യമായ രൂപത്തിലേക്ക് മാറി. അതുപോലെ തന്നെയാണ് ആ വിഷയത്തെ നമ്മൾ കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയുന്നത്. രണ്ടാമത് ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത് അതൊരു കല്ലാണ്. ആ കല്ല് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയോ നമുക്ക് നന്മ വരുത്തുകയോ ഗുണം ചെയ്യുകയോ ഉപദ്രവങ്ങൾ നീക്കുകയോ ചെയ്യുന്ന ഒന്നുമല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ ചുംബിക്കുകയാണ്. ഇന്നി അലമു അന്നക ഹജറുൻ, എനിക്കറിയാം നീ ഒരു കല്ലാണ്. ലാ തളുറു വലാ തൻഫ, ഉപകാരമോ ഉപദ്രവമോ ചെയ്യൂല. വലൗലാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക, റസൂൽ നിന്നെ ചുംബിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ചുംബിക്കല്ലായിരുന്നു. അപ്പോൾ ഹജറുൽ അസ്വദ് നമ്മൾ എന്തിനാണ് ചുംബിക്കുന്നത്? ഉത്തരം റസൂൽ ചുംബിക്കാൻ കൽപ്പിച്ചു എന്നുള്ളതാണ്, അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അത് പ്രവാചകൻ ചുംബിച്ചിട്ടില്ല, കൈകൊണ്ട് തടവി, അതിനും കഴിഞ്ഞില്ല കയ്യിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവാചകൻ അതിനെ സ്പർശിക്കുമായിരുന്നു. എന്നാൽ റുക്കുനുൽ യമാനിയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് പാടെ മാറി. റുക്കുനുൽ യമാനിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചില്ല, അതുകൊണ്ട് നമ്മൾ ചുംബിക്കുന്നില്ല. കൈകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തടവിയിരുന്നു, അതുകൊണ്ട് നമ്മൾ തടവുന്നു. ആംഗ്യം കാണിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളും അതിലേക്ക് ചൂണ്ടി ആംഗ്യം കാണിക്കുന്നില്ല. റുക്കുനുൽ യമാനി ഈ പറയുന്ന കാബയുടെ 4 മൂലകളിലൊന്നാണ്. ഹജറുൽ അസ്വദിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരാൾ തവാഫ് തുടങ്ങിയാൽ ആ തവാഫ് ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി പിന്നീട് രണ്ടാമത് ഹജറുൽ അസ്വദിൻ്റെ അടുക്കലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഭാഗം റുക്കുനുൽ യമാനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇന്ന മസ്ഹ അൽ ഹജറിൽ അസ്വദി വറുക്കുനിൽ യമാനി യഹുത്താനി അൽ ഖതായ ഹത്ത, അത് രണ്ടും തടവുമ്പം ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. പിന്നെ മഖാമു ഇബ്രാഹിമാണ്. മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു തന്നു. കഅബാലയത്തെ പടുതുയർത്തുമ്പം ഇബ്രാഹിം നബി അതിൻ്റെ ഉയരങ്ങളിലേക്ക് കല്ല് വെക്കാൻ വേണ്ടി തനിക്ക് കയറി നിൽക്കാനുള്ള ഒന്നായി കണ്ടെത്തിയതാണ് മഖാം. അത് കഅബാലയത്തിൻ്റെ നിർമ്മാണത്തിനനുസരിച്ച് ഓരോ ഭാഗങ്ങളിൽ കൊണ്ടുപോയി വെച്ച് അവസാനം എവിടെയാണോ നിർമ്മാണം അവസാനിച്ചത് അവിടെ അവസാനിപ്പിച്ചതായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നത്. അതാണ് ഹജറുൽ അസ്വ. പിന്നെ ഈ മഖാമു ഇബ്രാഹിം എന്ന് അതും ഒരു കല്ലാണ്. ആ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. ഒന്ന്, ചില ഹദീസുകളെ അതിൻ്റെ സ്വീകാര്യതയും
സ്വീകരിക്കാൻ പറ്റുമോ സ്വീകരിക്കാൻ പറ്റില്ല എന്ന തർക്കത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായം വന്നതാണ്. അത് ഹജറുൽ അസ്വദ് പോലെ തന്നെ ഇന്ന അൽ ഹജർ അൽ അസ്വദ്, അതുപോലെ തന്നെ വൽ മഖാം യാഖൂതതാനി മിനൽ ജന്ന മിൻ യാഖൂത്തിൽ ജന്ന എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് രണ്ടും സ്വർഗ്ഗത്തിലെ കല്ലുകളിൽപ്പെട്ടതാണ്. ഏതാവട്ടെ, ഈ കല്ല് മഖാമു ഇബ്രാഹിം എന്നുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന മഖാമ, ഈ മഖാം എന്ന് പറയുന്ന ഈ സ്ഥലം ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ കാലഘട്ടത്തിൽ, വ അബീ ബക്രിൻ, അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടത്തിൽ, മുൽത്തസിഖൻ ബിൽ കഅബ, കഅബയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നു, ചേർന്നിട്ടായിരുന്നു. സുമ്മ അഖ്റഹു ഉമർ ഇബ്നുൽ ഖത്താബ്, പിന്നീട് അത് തവാഫിനും മറ്റുമൊക്കെ അതിന് പിന്നിൽ നമസ്കരിക്കൽ പ്രവാചകന്റെ സുന്നത്താണല്ലോ, മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കൽ. അത് തവാഫിന് തടസ്സം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ സ്വഹാബത്തിൻ്റെയും പിന്തുണയോടെ ആരുടെയും എതിർപ്പില്ലാതെ ഇന്ന് കാണുന്ന ഭാഗത്തിലേക്ക് മാറ്റി വെച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇന്നും അതൊരു വലിയ വിഷയമായി മാറുന്നുണ്ട്. അവിടെ തവാഫിൽ വലിയ തിക്കും തിരക്കും ഉണ്ടാകാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുന്ന ഒരു വിഷയം ഈ മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ വന്ന ആളുകൾ നിസ്കരിക്കുമ്പോഴുള്ള തവാഫിനുണ്ടാകുന്ന പ്രയാസങ്ങളാണ്. അത് 1954 പിന്നെ സൗദ് മലിക്കിൻ്റെ കാലഘട്ടത്തിൽ, അൽ മലിക് സൗദ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു ചർച്ച വന്നു, മഖാം ഇബ്രാഹിം അവിടെ നിന്ന് കുറച്ചുകൂടി പിന്നിലേക്കാക്കിയാലോ എന്നുള്ളത്. അതിന് തെളിവ് പിടിച്ചത് ഈ സംഭവങ്ങളായിരുന്നു ഉലമാക്കൾ. എന്ത് ചെയ്താലും അത് ആളുകൾക്കിടയിൽ മരണം വരെ സംഭവിക്കാൻ, അല്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കാൻ കാരണമാകും. അതുകൊണ്ട് നമുക്കൊന്ന് പിന്നിലേക്ക് വെക്കാമെന്നൊരു ചർച്ച അവിടെ കടന്നു വരുന്നുണ്ട്. പക്ഷേ ആ ചർച്ചയിൽ ഷാറാവിയെ പോലുള്ള വ്യക്തികൾ അതിനെ ശക്തമായി എതിർക്കുകയും ചില പണ്ഡിതന്മാർ അതിനെ എതിർപ്പറിയിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അത് അവസാനം അത് വേണ്ടെന്ന് വെക്കുകയും അതിനെ ചുറ്റി ഉണ്ടായിരുന്ന വലിയ ഹജറുൽ അസ്വദ്, ഈ മഖാം ഇബ്രാഹിമിനെ ചുറ്റി ഉണ്ടാക്കിയിരുന്ന ഒരു വലിയ കെട്ടിടം പോലെയുള്ള ഒരു ഭാഗം, അത് ആളുകൾക്ക് തടസ്സമില്ലാതിരിക്കാൻ അത് പൊളിച്ചു മാറ്റി ഇന്ന് കാണുന്ന രൂപത്തിൽ അത് വളരെ ചെറിയ ഒരു സ്വർണത്തിൻ്റെ നിറമുള്ള കൂട്ടിലേക്ക് അതിനെ മാറ്റി ആ പ്രശ്നം ഒരു തരത്തിൽ പരിഹരിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇതാണ് മഖാം ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട അവിടുത്തെ ചരിത്രം. പിന്നീട് സൊഫ മർവയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആരാധന കർമ്മങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒന്ന്. സൊഫ മർവയിലെ സഅയിയാണ്. എന്താ സൊഫ മർവ? രണ്ട് ചെറിയ കുന്നുകളാണ്. അതിനിടയിൽ ഹാജർ റളിയല്ലാഹു അൻഹയുടെ തൻ്റെ കുഞ്ഞിന് ദാഹിച്ചപ്പോൾ വെള്ളം കിട്ടാൻ വേണ്ടി ഒരു ഉമ്മ പ്രയാസപ്പെട്ട് ഓടിയ ആ പ്രദേശമാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായി കാണുകയും ഷാഇറുല്ലാഹ് എന്നതിൽ പെടുത്തുകയും അള്ളാൻ്റെ ഷിയാറാണെന്ന് പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു പ്രയോഗം, സൂറത്തുൽ ബഖറയിലെ ഒരു പ്രയോഗം, ഇന്ന സഫാ വൽ മർവത മിൻ ഷാഇരില്ലാ, തീർച്ചയായും സൊഫയും മർവയും അള്ളാൻ്റെ ഷിയാറിൽ പെട്ടതാണ്. ഫമൻ ഹജ്ജ ഔ അവിഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ, ആരെങ്കിലും ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ, ഉംറ ചെയ്യുകയാണെങ്കിൽ അവിടെ സഅയ് നിർവഹിക്കുന്നതിൽ അല്ലെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൽ അവൻ്റെ പേരിൽ കുറ്റമില്ല എന്നൊരു പ്രയോഗം നടത്തി. അതൊരു പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ്. അതെങ്ങനെ ഒരു കാര്യം അള്ള പറയുമ്പോൾ ഒരാരാധന കർമ്മം ചെയ്യാൻ പറയുക എന്നതിനപ്പുറത്ത് അവിടെ നിങ്ങൾ സഅയ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമല്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകളൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സൊഫ മർവ കുന്നുകളിൽ വെച്ച് ബിംബാരാധകരായ ജാഹിലിയത്തിലെ വ്യക്തികൾ അവിടെ ബലി നടത്തിയിരുന്ന ഒരു പ്രദേശമാണ്. പിന്നീട് ഇവർ മുവഹിദുകളായി പ്രവാചകന്റെ പ്രബോധനത്തിൽ വിശ്വസിച്ചപ്പം അതേ സ്ഥലത്തുകൂടെ തന്നെ സഅയ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ആ ബിംബാരാധനയുടെ ചിന്തകൾ, പണ്ട് നടത്തിയ ബലിയുടെ ചിന്തകൾ കടന്നു വരികയും തങ്ങൾ ആ ഒരു ശിർക്കിൻ്റെ ഒരു വഴിയിലാണോ എന്നൊരു തോന്നലുണ്ടായിട്ട് അവർക്ക് അതിൽ നിന്നൊരു മനപ്രയാസം ഉണ്ടായി, മനമടുപ്പുണ്ടായി മാറി നിൽക്കുകയും ചെയ്തപ്പം അതിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. അവിടെയാണ് പറഞ്ഞത് അത് അള്ളാൻ്റെ ഷായിറാണ്, അത് നിങ്ങൾ ബലി നടത്തിയോ ബിംബാരാധന നടത്തിയോ എന്നുള്ളതല്ല. സാക്ഷാൽ കഅബാലയത്തിൽ പോലും ബിംബാരാധന നടന്നിട്ടുണ്ടല്ലോ. അതൊന്നും ഇതിനെ ബാധിക്കുന്ന വിഷയമല്ല. ഇത് അള്ള ഷിയാറാക്കി എന്നതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. അതുകൊണ്ട് ഫമൻ ഹജ്ജ വഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ എന്ന് പറഞ്ഞ ആയത്ത് കൊണ്ട് ആ വിഷയത്തെ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് അറഫയാണ്. അറഫ എന്നുള്ള അൽ ഹജ്ജു അറഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് എന്ന് പറഞ്ഞ അറഫയാണ്. ഹജ്ജിൻ്റെ ആത്മാവ് ഏറ്റവും പ്രധാനപ്പെട്ടത് അറഫയിലെ നിർത്താണ്. അതൊരാൾക്ക് നഷ്ടപ്പെട്ട അയാൾക്ക് ഹജ്ജ് നഷ്ടപ്പെട്ടു. അത് ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് ഈമാനികമായ ആവേശം നൽകുന്ന ഒരു സന്ദർഭമാണ്. അതിൻ്റെ ആ ഈമാനിക വശത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. പക്ഷെ അത് അറഫയുടെ ഏറ്റവും പ്രത്യേകത, അറഫ നിലകൊള്ളുന്നത് ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളുള്ള മീനയാണെങ്കിലും മുസ്ദലിഫ ഒക്കെ മക്കയിലെ പരിധിയിലാണ്. പക്ഷെ അറഫ മക്കയുടെ പുറത്താണ് എന്ന് പറഞ്ഞാൽ മക്കയിലേക്കുള്ള കവാടമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഏകദേശം മക്കയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെ
സ്ഥിതി ചെയ്യുന്ന മുസ്ദലിഫ, മിനയും കഴിഞ്ഞ് മുസ്ദലിഫയും കഴിഞ്ഞിട്ടുള്ള അറഫ എന്ന ആ പ്രദേശം, അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുർ റഹ്മയൊക്കെ ഉൾക്കൊള്ളുന്ന ആ പ്രദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഷിആറായി പ്രഖ്യാപിക്കുകയും അവിടെ ഒരു മനുഷ്യൻ എത്തി അവിടെ പകല് കഴിച്ചു കൂട്ടുക, അള്ളാഹുവിനുള്ള ദിക്റുകളിലും പ്രാർത്ഥനകളിലും മുഴുകുക എന്നുള്ളത് ഒരു മനുഷ്യനെ ഹജ്ജിൻ്റെ ഏറ്റവും വലിയ കർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പിന്നീട് മുസ്ദലിഫ കടന്നു വരുന്നുണ്ട്. മുസ്ദലിഫ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു അവിടുത്തെ ഒരു രാപ്പാർക്കൽ, യൗമുൻ നഹറിൻ്റെ തൊട്ട് ആ ദിവസം അവിടുന്ന് അറഫ കഴിഞ്ഞ് മുസ്ദലിഫയിലേക്ക് പോകുന്നു, അവിടെ രാപ്പാർക്കുന്നു. പിന്നീട് മിന എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ മക്കയിൽ ഹജ്ജിന് വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ സമയം കഴിച്ചു കൂട്ടുന്ന ഒരു സമയമാണ്. അയ്യാമു തശ്രീഖൊക്കെ അവിടെയായിരിക്കും ഉണ്ടാവുക. അവിടെ വെച്ചിട്ടാണ് ബലി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത്. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനുമായി ബന്ധപ്പെട്ട സംഭവത്തിൻ്റെ കേന്ദ്രം കൂടിയാണത്. അതിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ ഷിആറായി പരിചയപ്പെടുത്തുകയും അതിനെ ബഹുമാനിക്കുവാനും ആ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ അവിടെ എങ്ങനെ എത്തണം, അവിടെ എങ്ങനെ താമസിക്കണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭംഗിയായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇസ്ലാമിൻ്റെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഷിആറുകളെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് മുമ്പിൽ നൽകി എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഹജ്ജിൻ്റെ ആത്മാവ് എന്നുള്ള ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും.